ഫൈബർ നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റ് ആവാത്തൊരു ഫുഡ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഡയറ്റിൽ മിസ് ചെയ്യുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ് ഫൈബർ. പക്ഷേ ഞാൻ പറയുന്നു, ഫൈബർ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഫൈബർ എന്താണ്, ഫൈബറിൻ്റെ ടൈപ്സ്, ഫൈബറിൻ്റെ സോഴ്സസ്, ഒരു ദിവസം നിങ്ങൾ എത്ര ഫൈബർ കഴിക്കണം, അല്ല കാർണിവോർ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ പറയുന്ന പോലെ ഫൈബർ കംപ്ലീറ്റ്ലി ആയിട്ട് അവോയ്ഡ് ചെയ്യണോ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ന്യൂട്രീഷനിസ്റ്റ് മനീഷ്. വെൽക്കം ടു ന്യൂട്രിമെൻ വെൽനസ്. ഫൈബർ എന്ന് പറയുന്നത് പ്ലാന്റ് ഫുഡിൽ കണ്ടുവരുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷേ മറ്റുള്ള കാർബോഹൈഡ്രേറ്റ് പോലെ ഇത് ബോഡിയിൽ ഷുഗറായിട്ട് കൺവേർട്ട് ആവില്ല. ഫൈബർ നമ്മുടെ ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫൈബർ ബോഡിയിൽ ഷുഗറായിട്ട് കൺവേർട്ട് ആവാത്തതുകൊണ്ട് ഇത് നമ്മുടെ ഗട്ടിലൂടെ പാസ് ആകുമ്പോൾ നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ഗട്ട് ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഫൈബർ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഫുഡല്ല, ഇത് നമ്മുടെ ഗട്ട് ബാക്ടീരിയക്കുള്ള ഒരു ഫുഡാണ്. ഫൈബർ മെയിൻലി രണ്ട് ടൈപ്പാണുള്ളത്, സോളിബിൾ ഫൈബറും ഇൻസോളിബിൾ ഫൈബറും. സോളിബിൾ ഫൈബർ എന്ന് പറയുമ്പോൾ വാട്ടറിൽ ഡിസോൾവ് ആയി ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ക്രിയേറ്റ് ആവും. സോളിബിൾ ഫൈബർ നിങ്ങളുടെ ബോഡിയിൽ LDL കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാനും ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്ത് നിങ്ങൾ കൂടുതൽ നേരം ഫുള്ളാക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും. ഇൻസോളിബിൾ ഫൈബർ എന്ന് പറയുമ്പോൾ ഇത് വാട്ടറിൽ ഡിസോൾവ് ആവില്ല, ഇത് നിങ്ങളുടെ സ്റ്റൂളിൽ ബൾക്ക് ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇൻസോളിബിൾ ഫൈബറിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേറ്റ് ആവാതെ നിങ്ങളുടെ ഡൈജഷൻ സ്മൂത്ത് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും. സോളിബിൾ ഫൈബറിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് ഓട്സ്, ബീൻസ്, ലെൻറ്റിൽസ്, അതായത് പയറുവർഗ്ഗങ്ങൾ, ആപ്പിൾ, സിട്രസ് ഫ്രൂട്ട്സ്, നട്ട്സ്, സീഡ്സ് ലൈക്ക് ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, ഇതൊക്കെ. ഇൻസോളിബിൾ ഫൈബറിന്റെ മെയിൻ ഫുഡ് സോഴ്സസ് എന്ന് പറയുന്നത് ഹോൾ ഗ്രെയിൻസ് ലൈക്ക് ബ്രൗൺ റൈസ്, വീറ്റ്, രാഗി, അതേപോലെ ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ് ഫുഡ്സും സോളിബിൾ ആൻഡ് ഇൻസോളിബിൾ ഫൈബറിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. നിങ്ങൾ ഒരു ദിവസം എത്ര ഫൈബർ കഴിക്കണം? നിങ്ങളൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ മിനിമം ഒരു ദിവസം 25 to 40 grams വരെ ഫൈബർ വേണം. പക്ഷേ എനിക്ക് വരാനുള്ള ക്ലയൻസിനെ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ മിക്കവാറും കാണാറ് അവർ 10 gram ഫൈബർ ഹാർഡ്ലി കഴിച്ചാലായി. എസ്പെഷ്യലി നമ്മുടെ കേരള ഡയറ്റിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർ തീരെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാറില്ല. സോ അവരുടെ ഫൈബർ ഇൻടേക്ക് എപ്പോഴും കുറവായിരിക്കും. അതുകൊണ്ടാണ് നോൺ വെജ് കഴിക്കുന്ന മലയാളീസിന് കൂടുതലും കൊളസ്ട്രോളിന് പ്രശ്നം വരാറ്. പ്രശ്നം നോൺ വെജ് കൂടുതൽ കഴിക്കുന്നത് മാത്രമല്ല, പച്ചക്കറികൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈബർ നിങ്ങൾക്കുള്ള ഫുഡല്ല, ഇത് നമ്മുടെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയക്കുള്ള ഫുഡാണ്. അതായത് ഫൈബർ എന്ന് പറയുന്നത് ഒരു പ്രീബയോട്ടിക് ആണ്. നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയ ഈ ഫൈബറിനെ ഫെർമെന്റ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ലൈക്ക് ബ്യൂട്ടറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നമ്മുടെ ഗട്ട് ലൈനിനെ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനും കോളൻ ക്യാൻസറിന്റെ റിസ്ക് വരെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കാരണം കണ്ടുവരുന്ന ഒബേസിറ്റി, ടൈപ്പ് 2 ഡയബറ്റീസ്, ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് ഒക്കെ ലോ ഫൈബർ ഇൻടേക്കും പൂവർ ഗട്ട് മൈക്രോബായിട്ട് കണക്റ്റഡ് ആണ്. സോ കാർണിവോർ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഫൈബർ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈബർ കഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഇത് ശരിയാണോ? ശരിയാണ്. നമുക്ക് സർവൈവ് ചെയ്യാൻ ഫൈബറിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഹെൽത്തിന് ഒപ്റ്റിമൽ ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈബറിൻ്റെ ആവശ്യമുണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് സർവൈവ് ചെയ്താൽ മതി എന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഫൈബർ കഴിക്കാതെയും ജീവിക്കാം. പക്ഷേ നിങ്ങളുടെ ഹെൽത്ത് ഒപ്റ്റിമൽ കണ്ടീഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ഫൈബർ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫൈബർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് ജ്യൂസിന് പകരം ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കൂ. എല്ലാ മീൽസിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കൂ. ഏതെങ്കിലും ഒരു മീലിൽ ഒരു ദിവസം കുറച്ച് ധാന്യങ്ങളോ പയർവർഗ്ഗങ്ങളോ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കൂ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആവും. കൊളസ്ട്രോൾ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഷുഗർ ലെവൽസ് മാനേജ് ആയിരിക്കും. നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ബെസ്റ്റ് കണ്ടീഷനിലേക്കും ഓവറോൾ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കറൻ്റ്ലി നിങ്ങൾ ഫൈബർ കഴിക്കുന്നത് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇൻക്രീസ് ചെയ്യരുത്. ഓരോ മീലായിട്ട് പതിയെ ഇൻക്രീസ് ചെയ്ത് 25 to 40 gram വരെ ഫൈബർ നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാൻ നോക്കാം. അതിൻ്റെ കൂടെ വെള്ളവും പ്രോപ്പറായിട്ട് കുടിച്ചാൽ മാത്രമേ നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. മറ്റുള്ള ന്യൂട്രിയൻസ് പോലെ ഫൈബർ എടുത്ത ഉടനെ നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങൾക്ക് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും കാണാൻ പറ്റില്ല. ഫൈബർ നമുക്ക് ലോങ് ടൈമിൽ വേണ്ട ഒരു ന്യൂട്രിയൻ്റ് ആണ്. സോ ഫൈബറിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. ഹെൽത്ത് ആൻഡ് ഡയറ്റിന് റിലേറ്റഡ് ആയിട്ട് ഇതേപോലെ തന്നെ ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.